ലീഗിൻ്റെ കാര്യത്തിൽ ഹർഷൻ പറഞ്ഞ പോലെ ലീഗ് അവർ പ്രഖ്യാപിച്ചെല്ലാം ചെയ്യും. നല്ല ഭംഗിയായിട്ടുള്ള വീടാണ്, വളരെ മനോഹരമായിട്ടും ആ സംഭവത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള പ്രതികരണങ്ങളോടെയും ആണ് മുസ്ലിം ലീഗ് ആ വീടുകൾ ഉണ്ടായിക്കൊടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങേയറ്റം വലിയ അഭിനന്ദനാർഹമാണ്. ആ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ എത്രമാത്രം ആവശ്യമുള്ളതാണ്. PN ശ്രീൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോലും ഇന്ന് നമുക്ക് തെളിയിച്ചു തരുന്ന ഒരു സംഭവമാണത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അത് അത്രക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. കാരണം ഏത് മനുഷ്യർക്കാണ് അതിനോട് മുഖം തിരിച്ച് നിൽക്കാൻ പറ്റുക? ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട് പ്രഖ്യാപിച്ചെന്ന് പിന്മാറി അവർക്ക് നടപ്പാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെയാണ്, ഞെട്ടലോടെയാണ്. കാരണം അത് ആരങ്ങനെ ചെയ്യും ഇത്തരം ഒരു സംഭവത്തിൽ? വയനാട്ടിലുണ്ട് ചൂരൽമല സംഭവത്തോട് ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾ ആരായിരിക്കും എന്നൊരു തോന്നൽ ആ ഘട്ടത്തിൽ ഞെട്ടലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഹർഷം പറയുന്ന പോലെയല്ല, എനിക്ക് കോൺഗ്രസ് ആ വീടുകൾ പൂർത്തിയാക്കും എന്നെനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഞാനിപ്പോൾ PN ശ്രീയുടെ കാര്യത്തിൽ എന്ന പോലെ കോൺഗ്രസ് ആ വീട് നിർമ്മിക്കില്ല എന്ന് പ്രവചിക്കാനൊന്നും മുതിരുന്നില്ല, അത് മോശമാണല്ലോ, അതുകൊണ്ട് മാത്രം. പക്ഷേ ആ വീടുകളവിടെ കോൺഗ്രസ് ഏതെങ്കിലും കാലത്ത് നിർമ്മിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ പ്രതീക്ഷ തെറ്റിപ്പോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന തെറ്റിപ്പോട്ടെ. അവർ സമ്പൂർണ്ണമായിട്ട് നല്ല വീടൊക്കെ ഉണ്ടാക്കി മുസ്ലിം ലീഗും സർക്കാരൊക്കെ കൊടുത്ത പോലെ കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ ഒരു തോന്നലൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ അക്കാര്യത്തിലൊരു മുൻകൈ എടുക്കണം. കോൺഗ്രസ് അത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കമാൻഡിങ് ശേഷിയോ അതിന് കോർഡിനേറ്റ് ചെയ്യാനുള്ള സംഗതികളോ ലീഗിനും CPMൻ്റെ കഴിഞ്ഞ സർക്കാരിനുള്ള ആർജവമോ ഒന്നും കോൺഗ്രസ് ഇതുവരെ കാണിച്ചായിട്ട് കാണില്ല. അത് മാറ്റിവെക്ക്. പക്ഷേ സർക്കാരിന് പറ്റും, VD സതീശൻ വിചാരിച്ചാൽ പറ്റും. അവിടെ നിന്നുള്ള മന്ത്രി T സിദ്ദിഖ് അടക്കമുള്ള ആൾ വിചാരിച്ചാൽ ഇപ്പോൾ സർക്കാർ സംവിധാനം മുഴുവൻ അവരുടെ കൈവശമാണ്. എനിക്കറിയാം VD സതീശന് 10-21 വകുപ്പുകളുടെ ചുമതലയുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്ന സമാനമായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളും തിരക്കും പിടിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഫയൽ അദ്ദേഹം നോക്കണം, അവിടേക്ക് സന്ദർശിക്കണം. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ തന്നെയും ഈ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ആകാവുന്ന നിലക്ക് പെട്ടെന്ന് തന്നെ ഈ വീട് സമ്പൂർണ്ണമായിട്ട് ഈ ടൗൺഷിപ്പ് ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾ നടത്തും എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടാവുകയും ആ തോന്നൽ പൊതുജനങ്ങൾക്കുള്ളിൽ, അത് ചൂരൽമലക്കാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുകയും വേണം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇത് പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സർക്കാരിന് ഇത് പറ്റും, മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ചെയ്ത് പരിചയമുള്ള ലീഗ് അവർക്കൊപ്പം ഉണ്ട്, സർക്കാർ സംവിധാനങ്ങൾ ആകെപ്പാടെയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാമെന്ന് കഴിഞ്ഞ സർക്കാർ കാണിച്ചു കൊടുത്താണ്. പിന്നെ ഒരുപാട് സുമനസ്സുകളുണ്ട്, അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇനിയും വൈകാതെ അത് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. VD സതീശൻ സർക്കാർ അത് കംപ്ലീറ്റ് ചെയ്യും എന്ന്, കുറച്ച് വൈകിയാലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. കോൺഗ്രസ് അത് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ ഈ സർക്കാർ അത് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. സർക്കാരിന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പിന്നെ അക്കാര്യത്തിൽ ഇടപെടണം, അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ സമയത്ത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ നാട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണത്. അത് നമ്മുടെ എല്ലാം വികാരമാണ്. ഞാനും ഹർഷനൊക്കെ അവിടെ പോയിരുന്നു, ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം അവിടെ പോയിരുന്നു. T സിദ്ദിഖിനെ പോലും അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു, എത്രമാത്രം വൈകാരികമായിട്ട് ആ കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് നമ്മൾ നേരിട്ട് എല്ലാവരും കണ്ടാണ്. ഒരുപാട് ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള ആളുകൾ. അപ്പോൾ അത് കേരളത്തിൻ്റെ ആകെ ഒരു വിജയമായിരിക്കും. അത് അവിടുത്തെ മനുഷ്യർ സമ്പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ ചിരിക്കുന്ന, അവരുടെ വേദനകൾ മറന്ന് ചിരിക്കുന്നത് കേരളത്തിൻ്റെ ആകെ ഒരു വിജയമായിരിക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ ഇതൊരു ചരിത്ര സംഭവമായിരിക്കും. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ ഇവർ ലീഡർഷിപ്പ് എടുത്താൽ, ഈ സർക്കാർ ലീഡർഷിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ അതൊരു ചരിത്ര നിമിഷമായിരിക്കും. അത് ദീർഘകാലത്തേക്ക് VD സതീശൻ സർക്കാർ ഇങ്ങനെ ചെയ്തു എന്നത് എഴുതിപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. അതുകൊണ്ട് ആ ഒരു സീരിയസ്നെസ് അവർ കാണിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.